ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വലിയ നോമ്പിന്റെ 30-ാം ദിനം. സഭയായി ചിന്തിക്കുന്ന ചിന്താവിഷയം ക്രിസ്തു കരുണയുടെ സങ്കേതം, ക്രൈസ്റ്റ് ദി സാങ്ച്വറി ഓഫ് മേഴ്സി. ഇതിനാധാരമായ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. കരുണയുടെ ഭവനമാകുന്ന ബെഥെസ്ദായിൽ കരുണാസമ്പന്നനായ യേശു എഴുന്നള്ളി 38 വർഷമായി സൗഖ്യം കാത്തുകിടന്ന ദീനക്കാരനെ സൗഖ്യമാക്കിയ സംഭവം. എല്ലാ പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന യെരുശലേം പട്ടണം. ഈ ഭാഗം നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, കരുണാർദ്ര കണ്ണുകളോടെ നമ്മെ കാണുന്ന യേശു. ജീസസ് ഹു സീസ് us with eyes of mercy. യേശു അവനെ കണ്ടു. ജനക്കൂട്ടത്തിൻ മധ്യേ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത മനുഷ്യനെ കരുണാർദ്ര കണ്ണുകളോടെ യേശു കണ്ടു. അതേപോലെ നാം ഏവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാണുന്ന യേശു നമ്മുടെ മധ്യമുണ്ട്. രണ്ടാമതായി, വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിക്കുന്ന യേശു. ജീസസ് ഹു പെർഫോംസ് ഇൻ വേരിയസ് മിസ്റ്റീരിയസ് വേസ്. പലപ്പോഴും ദൈവം നമ്മളോട് നിസ്സാരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നാം അതിന്റെ മറുപടി വ്യത്യസ്ത രീതികളിൽ നൽകും. അതിലുപരി പലപ്പോഴും നാം നമ്മളുടെ തന്നെയായിട്ടുള്ള പരിഹാരങ്ങളും നൽകും. എന്നാൽ യേശു ഇവിടെ ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നു: നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അതിന് മറുപടിയായി കുളമുണ്ട്, ദൂതനുണ്ട് എന്നൊക്കെ പറയുന്നു. കൃത്യമായ ആവശ്യം പറയുന്നില്ല. എന്നാൽ നമ്മുടെ ചിന്തകളിലുപരി വ്യത്യസ്തമായ രീതികളിൽ യേശു ഇവിടെയും പ്രവർത്തിക്കുന്നു. മൂന്നാമതായി, നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് നോക്കുക. ലുക്ക് ബിയോണ്ട് our circumstances. ജീവിത സാഹചര്യങ്ങളെ പഴി പറഞ്ഞിരിക്കാതെ നാം അതിനെ അതിജീവിക്കുവാൻ ശ്രമിക്കണം. ഹെലൻ കെല്ലർ, നിക് വ്യൂജിക് എന്നിവരൊക്കെ നമ്മളുടെ മുമ്പുള്ള മാതൃകകളാണ്. നാലാമതായി, അനുസരണം, വിശ്വാസം സൗഖ്യത്തിലേക്ക് നയിക്കുന്നത്. ട്രസ്റ്റ് ആൻഡ് ഒബീഡിയൻസ് ലീഡിംഗ് ടു ഹീലിംഗ്. കിടക്കയെടുത്ത് നടക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ യേശുവിൽ വിശ്വസിച്ച് അവനെ അനുസരിച്ചപ്പോൾ അവന് സൗഖ്യം പ്രാപിച്ചു. ട്രസ്റ്റ് is an act of the mind, while obedience is an act of the hands and feet. അതെ, ഈ നോമ്പ് നാളുകളിൽ കരുണാർദ്ര കണ്ണുകളോടെ നമ്മെ കാണുന്ന വ്യത്യസ്തമായ രീതികളിൽ പ്രവർത്തിക്കുന്ന യേശുവിനെ തിരിച്ചറിയുവാനും ജീവിത സാഹചര്യങ്ങൾക്കപ്പുറത്ത് നോക്കി അതിനെ അതിജീവിക്കുവാനും യേശുവിനെ അനുസരിച്ച് അവനെ വിശ്വസിച്ച് ജീവിക്കുവാനും നമുക്ക് ശ്രമിക്കാം. അതിനായി ത്രിയേക ദൈവം നാം ഇവരെയും സഹായിക്കട്ടെ. സൗഖ്യമാക്കുവാനുള്ള മനസ്സോടെ എനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച കർത്താവെ, എന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ ഈ നോമ്പ് നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ.